കാലതാമസമൊക്കെ നേരിട്ടേക്കാം. എത്ര നാളായിട്ടാ ശ്രമിക്കുന്നേ, എന്നിട്ടും അവൾ അങ്ങോട്ട് തീരുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അല്പം കൂടി ക്ഷമിക്കാൻ ആന്റി. ആന്റിയുടെ മാത്രം ലക്ഷ്യമല്ലല്ലോ അവൾ, ഞങ്ങൾക്കും ഇല്ലേ? അവളുടെ കാലപുരി യാത്ര നമ്മൾ ഉടൻ യാഥാർത്ഥ്യമാക്കും. അത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ. ഞാനൊരു പ്രധാന കാര്യം ആന്റിയോട് ചോദിച്ചില്ല. ചോദിച്ചോ? എന്താ? ഏത് ഹോസ്പിറ്റലാ അവളുടെ ഓപ്പറേഷൻ? എന്തിനാ? അവക്ക് ബൊക്കെ കൊണ്ടു കൊടുക്കാനോ? അല്ല, അവൾക്ക് വേണ്ടി ഒരു റീത്ത് ഏർപ്പാട് ചെയ്യുക ഈ പ്രിയങ്ക. അവൾ ഏത് ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞാലല്ലേ അവളുടെ ശവശരീരത്തിൽ കൊണ്ട് വയ്ക്കാൻ പറ്റൂ. എങ്കിൽ സന്തോഷം. അത് മറ്റേ ഡോക്ടർ വേണുവിന്റെ ഹോസ്പിറ്റലില്ലേ, വട്ടപ്പാറ? ഓക്കെ ഓക്കെ, അവിടെ വെച്ച അവളുടെ ഓപ്പറേഷൻ. ഓക്കെ, ഇനി വിലാസിന് ആന്റി ഫോൺ വെച്ചോളൂ. എനിക്ക് ശ്രീനിയേട്ടനുമായി കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. അതെ, നിങ്ങൾ റീത്ത് വെക്കുന്ന സമയത്ത് എന്നെ കൂടി ഒന്ന് അറിയിക്കണേ, അതൊന്ന് കാണാനാ. അവള് ചത്ത് മലച്ചു കിടക്കുന്ന കാഴ്ച. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വല്ല ഗംഗയിലോ യമുനയിലോ പോയി ഒന്ന് കുളിക്കാൻ. പാപമോചനത്തിനല്ല, ശാപമോചനത്തിന്. ഓക്കെ. MD പഠനം അങ്ങ് റഷ്യയിൽ. ഭാര്യ ഡോക്ടർ നിധി സേവ്യർ, ഗൈനക്കോളജിസ്റ്റ്. 2 കുട്ടികൾ, നിതിൻ സാമുവൽ, അധീന സാമുവൽ. ഇപ്പോ തിരുവനന്തപുരത്ത് താമസിക്കുന്നു. 2 പേരുടെയും ജന്മസ്ഥലം അങ്ങ് തിരുവല്ല. എല്ലാ ഡീറ്റെയിൽസും പഠിച്ചു വച്ചിരിക്കുകയാണല്ലോ. പഠിച്ചു വെക്കാൻ ഒരു കാര്യമുണ്ട് ഡോക്ടർ. ആ വിഷയം സംസാരിക്കാനാ ഞാൻ വന്നത്. എനിക്ക് ഡോക്ടറെ കൊണ്ട് ഒരു കാര്യമുണ്ട്. എന്നെ കൊണ്ട് എന്താ ആവശ്യം? പറയൂ. അതൊരു സാധാരണ കാര്യമാണ്. മുഖവരെ ഒന്നുമില്ലാതെ അങ്ങ് പറഞ്ഞേക്കാം. കാലിന് ആക്സിഡന്റ് ആയ കല്യാണി എന്ന ഒരു പെൺകുട്ടി ഇവിടെ അഡ്മിറ്റാണ്. അവരുടെ കാലിന് നാളെ ഒരു ഓപ്പറേഷൻ. ആ ഓപ്പറേഷൻ അനസ്തേഷ്യ കൊടുക്കുന്നത് ഡോക്ടർ സാമുവൽ. ആം ഐ റൈറ്റ്? ആ പേഷ്യന്റിന് അനസ്തേഷ്യ ചെയ്യുമ്പോൾ ഡോസ് കൂട്ടിക്കൊടുക്കണം. അവൾ കോമ സ്റ്റേജിൽ കിടക്കണം. ഇനിയിപ്പോ മരിച്ചു പോയാലും കുഴപ്പമില്ല. വാട്ട് യു മീൻ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ ആരോടാ സംസാരിക്കുന്നറിയോ? ഞാൻ പോലീസിന് ഫോൺ ചെയ്ത നിങ്ങൾ അകത്താ. ഡോക്ടർക്ക് പോലീസിനെയൊക്കെ നല്ല പരിചയമാണെന്ന് എനിക്കറിയാം. 4-5 കേസ് നിലവിലുണ്ടല്ലോ. ഡോക്ടറുടെ അനസ്തേഷ്യ നൈപുണ്യത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് 1-2 പേർക്കല്ല, 4 പേർക്കാണ്. ഡോക്ടർ അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് മാത്രമല്ല, ക്രിമിനോളജിയിലും മാസ്റ്റർ ബിരുദം ഉണ്ടെന്ന് എനിക്കറിയാം. ഡോക്ടർക്ക് ഇതൊക്കെ നല്ല പരിചയമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഡീല് സംസാരിച്ചാൽ മതി. പറയ്, ഈ കാര്യം ചെയ്തു തരുന്നതിന് എത്ര തരണം? ഈ ബ്ലഡ് സ്റ്റെയിനൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഓക്കെ ഡോക്ടർ.
ആനന്ദേ ഇപ്പൊ കളി മാറും. അങ്കിളെ, അതിനകത്ത് കല്യാണിയുടെ താലിയുണ്ട്. അഖില, ഹലോ. ആ, ഒരു മിനിറ്റ്. ഇരിക്കു ദാസേട്ടാ, ഇത് വെച്ചേക്ക്. കല്യാണിയുടെ ഓർണമെന്റ്സ്. ഹലോ. ആഹാ. ഓ, പറയൂ. ഈ ബ്ലഡ് സ്റ്റെയിനൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഓക്കെ ഡോക്ടർ. ആനന്ദേ ഇപ്പൊ കളി മാറും. അങ്കിളെ, അതിനകത്ത് കല്യാണിയുടെ താലിയുണ്ട്. അഖില. ഹലോ. ആ, ഒരു മിനിറ്റ്. ഇരിക്കു ദാസേട്ടാ, ഇത് വെച്ചേക്ക്. കല്യാണിയുടെ ഓർണമെന്റ്സ്. ഹലോ. ആഹാ. ഓ, പറയൂ. ആനന്ദേ, ഡോക്ടർ. നോ ടെൻഷൻ, ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു, ഒരു കുഴപ്പമില്ല. കല്യാണി എനിക്ക് ഒന്ന് കാണാൻ പറ്റുമോ? പേഷ്യന്റ് മയക്കത്തില്ല. മയക്കം വിട്ടുണരാൻ 3 മണിക്കൂർ വേണ്ടിവരും. അപ്പൊ കാണാം. താങ്ക് യു ഡോക്ടർ. വെൽക്കം. എന്റെ മോൾക്ക് പഴയതുപോലെ നടക്കാൻ പറ്റും ഡോക്ടർ? തീർച്ചയായും ഒരു കുഴപ്പം വരില്ല. നന്നായി നടക്കാൻ പറ്റും. നന്ദിയുണ്ട് സാർ. പേഷ്യന്റിനെ അല്പം കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റും. അപ്പോൾ എല്ലാവർക്കും കാണാം. താങ്ക് യു. ഓക്കെ. ദാസേ, ഇപ്പൊ സമാധാനമായല്ലോ. ആനന്ദ്, നീ ഇവിടെ നിൽക്ക്, എങ്ങോട്ട് മാറരുത്. കല്യാണി റൂമിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് സമയം പിടിക്കും. ഞാനും കൃഷ്ണേട്ടനും വീട്ടിലേക്ക് വെക്കട്ടെ? ശരി അമ്മേ. ദാസേട്ടാ, ഞങ്ങൾ ഇറങ്ങാം. ശരി മേഡം. കൃഷ്ണേട്ടാ. വാച്ച്. ആനന്ദേ, ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. ഓപ്പറേഷൻ സക്സസ്. കല്യാണിക്ക് ഒരു കുഴപ്പമില്ല. എന്നിട്ടും എന്താ ആനന്ദ് നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ? എനിക്ക് കല്യാണിയെ കാണണം. കണ്ണിന്റെ തുടിപ്പ് ഇതുവരെ തീർന്നിട്ടില്ല. കല്യാണിയോട് സംസാരിച്ചാലേ മനസ്സ് സന്തോഷാവൂ. അവള് കിടക്കണം. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരു ഭാരമായി. ബോധവും ഓർമ്മയും ഇല്ലാതെ ശരീരത്തിൽ നിന്നും തൊലി അടർന്നു മാറി പഴുപ്പും വ്രണങ്ങളുമായി പുഴുവരിച്ചു കിടന്ന് നരകിക്കൂ അവള്. ആദ്യത്തെ പദ്ധതി പാളിയെങ്കിൽ എന്താ, രണ്ടാമത്തെ പദ്ധതി ഏറ്റില്ലേ? വെരി ഗുഡ് പ്രിയങ്കേ, വെരി ഗുഡ്. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നീ വെറും ബുദ്ധിമതിയല്ല, ബുദ്ധി രാക്ഷസിയ. അവിടുത്തെ തൃപ്പാദത്തിൽ തൊട്ട് ശിഷ്യപ്പെട്ടാലോന്ന് ഞാൻ ആലോചിക്കുക.
വെല്ലുവിളി ഏറ്റെടുത്താലല്ലേ തോൽവിയുടെ കയ്പും ജയത്തിന്റെ മധുരവും അറിയാൻ പറ്റൂ. നീ ഏറ്റെടുത്ത വെല്ലുവിളി മധുരമൂർന്ന ജയത്തോടെ നടപ്പിലാക്കി കാണിച്ചതിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒപ്പം ഞാൻ സ്വയം അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സന്തോഷത്തിന്റെ നിമിഷങ്ങളല്ലേ, മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള നിമിഷങ്ങൾ. ആദ്യത്തെ പദ്ധതി പാളിയെങ്കിൽ എന്താ, രണ്ടാമത്തെ പദ്ധതി ഏറ്റില്ലേ? വെരി ഗുഡ് പ്രിയങ്കേ, വെരി ഗുഡ്. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നീ വെറും ബുദ്ധിമതിയല്ല, ബുദ്ധിരാക്ഷസിയ. അവിടുത്തെ തൃപ്പാദത്തിൽ തൊട്ട് ശിക്ഷ്യപ്പെട്ടാലോന്ന് ഞാൻ ആലോചിക്കുക. വെല്ലുവിളി ഏറ്റെടുത്താലല്ലേ തോൽവിയുടെ കയ്പും ജയത്തിന്റെ മധുരവും അറിയാൻ പറ്റൂ. നീ ഏറ്റെടുത്ത വെല്ലുവിളി മധുരമൂർന്ന ജയത്തോടെ നടപ്പിലാക്കി കാണിച്ചതിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒപ്പം ഞാൻ സ്വയം അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സന്തോഷത്തിന്റെ നിമിഷങ്ങളല്ലേ, മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള നിമിഷങ്ങൾ. ഗംഗേ, ഇനി ആ അടുക്കളക്കാരി ഒരിക്കലും ഈ കോമ സ്റ്റേജിൽ നിന്നും പുറത്തേക്ക് വരാൻ പോകുന്നില്ല. ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കലും എന്ന് കേട്ടിട്ടില്ലേ? അതാ ഇനി അവളുടെ അവസ്ഥ. ഇതുവരെ ചെയ്യാനുള്ളത് ചെയ്യും മുമ്പേ എത്താനുള്ളവൻ എത്തി രക്ഷിക്കുമായിരുന്നു അവളെ. ഇപ്പൊ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. ഇനി അവൻ അവളെ എങ്ങനെ രക്ഷിക്കുമെന്നൊന്ന് കാണണം. നീറണം, മനസ്സ് നീറി പുകയണം രണ്ടിന്റെയും. കാര്യങ്ങളെല്ലാം ഭംഗിയായല്ലേ? ഡോക്ടർ സാമുവൽ സിറിഞ്ചിൽ മെഡിസിൻ നിറയ്ക്കുന്നത് നോട്ടുകെട്ടിന്റെ തൂക്കം മനസ്സിലാക്കിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ജോലിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് സാർ. വെരി ഗുഡ് ഡോക്ടർ. കല്യാണി കോമയിൽ കിടക്കുവോ അതോ മരണത്തിന് കീഴടങ്ങും? കല്യാണി മരിച്ചേക്കും, പക്ഷേ കല്യാണി പോകുന്നതിന് മുമ്പ് എനിക്ക് പോയേണ്ടി വരും. എന്താ ഡോക്ടർ ഈ പറയുന്നത്? നിങ്ങൾ എവിടെ പോവാൻ? ഞങ്ങളുടെ രക്ഷാവലയത്തിൽ നിങ്ങൾ സുരക്ഷിതനായിരിക്കും. പിന്നെ എവിടെ പോവാൻ? ഓപ്പറേഷൻ കഴിഞ്ഞ് കല്യാണിക്ക് ബോധം തെളിയാതെ വന്നപ്പോ ആനന്ദ് വല്ലാതെ ടെൻഷനിലായി. ഇത് വലിയ പ്രശ്നവും. എനിക്കാകെ ഭയമാവുന്നു സാർ. നിങ്ങൾ ഒട്ടും ഭയപ്പെടണ്ട ഡോക്ടർ, ഞങ്ങൾ കൂടെയുണ്ട്. പണം എത്ര വേണമെങ്കിലും ഉണ്ട്. അതെറിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് ഈസി ആയിട്ട് കഴിയും. ഈ നാട്ടിലെ നിയമവും പോലീസും ഞങ്ങളെപ്പോലുള്ളവർ തെളിക്കുന്ന വഴിയിലൂടെ വരൂ. ശരി സാർ. ഞങ്ങളെ സംബന്ധിച്ചത് ഒരു ചെറിയ കാര്യം ഡോക്ടർ. ഞങ്ങളേറ്റു, ധൈര്യമായിട്ടിരിക്കെ. ഒരു കാരണവശാലും എന്റെ പേര് പറയരുത്. ഇല്ല സാർ, ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ വല്ല മണ്ടത്തരവും ഡോക്ടർ കാണിച്ചാൽ ഞങ്ങൾക്ക് തന്നെ ഡോക്ടറെ പറഞ്ഞു വിടേണ്ടി വരും. ഇല്ല സാർ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആനന്ദ് എന്താ ഫോൺ എടുക്കാത്ത? ഹലോ അമ്മേ. എന്താ ആനന്ദ് ഇത്? എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാൻ താമസിച്ചത്? അമ്മേ, ഫോൺ സൈലന്റിലായിരുന്നു, കണ്ടില്ല. ശരി, കല്യാണിക്ക് എങ്ങനെയുണ്ട്? കല്യാണിക്ക് ബോധം വന്നാലുടൻ എന്നെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്താ വിളിക്കാതിരുന്നേ? ആനന്ദ്, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കല്യാണിക്ക് എങ്ങനെയുണ്ടെന്ന്. നീ എന്തോന്നും മിണ്ടാത്തേ? അത്
പിന്നെ കല്യാണിക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ലമ്മേ. അവള് മയക്കത്തില്ല. എന്താ നീ പറയുന്നേ? ഇത്രയും നേരമായിട്ടും കല്യാണിക്ക് ബോധം വന്നില്ലെന്നോ? 1 മണിക്കൂർ കഴിയുമ്പോ ബോധം വരുമെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. ഇത്ര നേരമായിട്ടും ബോധം വന്നില്ലെങ്കിൽ അത് ആപത്താണ് ആനന്ദ്. നീ ഡോക്ടറെ കണ്ടില്ലേ? അദ്ദേഹം എന്താ പറഞ്ഞത്? കല്യാണിക്ക് അനസ്തേഷ്യ ഡോസ് കുറച്ച് കൂട്ടിക്കൊടുത്തമ്മേ. അനിയൻകുട്ടാ, എന്റെ വിളി കേട്ട് ദേ നിന്റെ ചേച്ചിയുടെ കണ്ണീന്ന് കണ്ണുനീര് പൊടിയുന്നുണ്ട്. ഇനിയും നീ വിളിക്ക. നീ വിളിച്ച കല്യാണി കണ്ണു തുറക്കും. കല്യാണി നിനക്ക് ചേച്ചി മാത്രമല്ലല്ലോ, അമ്മയും കൂടിയല്ലേ. നീ വിളിക്ക അനിയൻകുട്ടാ. കല്യാണി കണ്ണു തുറക്കും, ഉറപ്പാ. ശരിയല്ലോ ഞാൻ വിളിക്ക. ചേച്ചി, ഞാൻ വിളിക്കുന്ന കേക്കുന്നുണ്ടോ ചേച്ചി? ചേച്ചി അനിയൻകുട്ടനാ ചേച്ചി. ചേച്ചി എനിക്ക് എന്റെ അമ്മയല്ലേ ചേച്ചി? ചേച്ചി അല്ലാതെ എനിക്ക് മറ്റാരെങ്കിലും ഉണ്ടോ? ചേച്ചി പറയുന്ന പോലെ ഞാൻ പഠിച്ച് വലിയ കളക്ടറാവും ചേച്ചി. ഒന്ന് കണ്ണ് തുറക്ക് ചേച്ചി. എനിക്ക് ആരുമില്ല ചേച്ചി. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് ചേച്ചി ഇങ്ങനെ കിടക്കല്ലേ ചേച്ചി. എഴുന്നേക്ക് ചേച്ചി. ചേച്ചി കണ്ണ് തുറന്ന് നോക്ക് ചേച്ചി. ഞാൻ പറയുന്നൊന്ന് കേക്ക് ചേച്ചി. എന്താ മേഡം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഓ, ദാസേട്ടൻ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. കാണപ്പെട്ട ദൈവമാ, അന്നദാതാവാണ് എന്നൊക്കെയല്ലേ? അതെ ദാസേട്ടാ, അഖിലേച്ചി പാവം തന്നെയാ. പക്ഷേ മറ്റുള്ളവരോട് സഹാനുഭൂതിയും സഹായവും കാട്ടുന്നവർക്ക് ചതി പറ്റിയെന്നറിഞ്ഞാ പിന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. കൂടെ നിന്ന് വിശ്വാസവഞ്ചന കാട്ടിയവരെ ഒരു ഭയവും കൂടാതെ കൊന്നു തള്ളിയെന്ന് വരും. ദാസേട്ടൻ അറിയാമോ, കല്യാണി എത്ര വട്ടമാണ് അഖിലേച്ചിയുടെ തോക്കിൻ തുമ്പിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന്? ആ ഭാഗ്യം മകൾക്ക് എന്നും ഉണ്ടാകുമെന്ന് കരുതി കളയരുത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിർഗുണ ബ്രഹ്മത്തെ പോലെ നിൽക്കുന്ന നിങ്ങള് ആ അടുക്കളക്കാരിയുടെ അച്ഛൻ തന്നെയാണോന്നാ എനിക്കിപ്പോ സംശയം. മാഡം, എനിക്കും പലപ്പോഴും തോന്നാറുണ്ട് മാഡം ചോദിച്ച ചോദ്യം. അല്ലെങ്കിൽ സ്വന്തം മകളെ നിരന്തരം കൊല്ലാൻ ശ്രമിക്കുന്ന ഇതുപോലൊരു സ്ത്രീയുടെ മുമ്പിൽ ഒരു വാക്കുപോലും ഉരിയാടാതെ നിൽക്കില്ലായിരുന്നു ഞാൻ. ഓ, ഞാൻ അവളെ കൊല്ലാൻ നോക്കി പലതവണ. എന്നാ ആ നീക്കങ്ങളെല്ലാം ആ വൃത്തികെട്ടവൾ അവൾക്ക് അനുകൂലമാക്കി മാറ്റിയില്ലേ? ഇപ്പൊ തന്നെ ഒരു വലിയ കാർ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതായി നാടകം കളിച്ച് അഖിലാണ്ടേശ്വരിയുടെ മനസ്സിൽ വീണ്ടും സ്ഥാനം ഊട്ടി ഉറപ്പിച്ചല്ലോ. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്നാ അഖിലയുടെ വിശ്വസ്തനായ ഡ്രൈവർ കരുതുന്നേ? മാഡം, എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം. ഭൂതകാലം അയവിറക്കാനൊന്നും എനിക്ക് സമയമില്ല. ഞാൻ ഈ പറയുന്നത് മുഴുവൻ കേട്ടിട്ടങ്ങ് പോയാ മതി. നിങ്ങളുടെ മോൾ ആരാ മോള്? വലിയ ത്യാഗമൊക്കെ ചെയ്ത് അവള് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ അവളുടെ പ്രണയത്തിന്റെ പൂമരങ്ങൾ ഇങ്ങനെ പൂത്ത് തളിർക്കല്ലേ? മാഡം വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്. ഞാൻ ഈ പറയുന്നതൊന്നും വെറുതെ അല്ലാന്ന് തൃച്ചംബരത്തെ വിനീതദാസന് നന്നായിട്ട്. കല്യാണി, അച്ഛൻ വന്നോ? ഡ്രസ്സുകൾ കൊണ്ടുവന്നോ? പിന്നെ അതിനല്ലേ ഞാൻ വീട്ടിലേക്ക് പോയേ. വലിയ കുഞ്ഞെന്തി വീട്ടിൽ പോയോ? ഫുഡ് വാങ്ങാൻ ക്യാൻറ്റീനിലേക്ക് പോയി. നിനക്ക് ഫുഡ് വാങ്ങിച്ചു തരാൻ ഞാനില്ലേ? വലിയ കുഞ്ഞാരാ നിന്റെ? നിനക്ക് ഫുഡ് വാങ്ങിച്ചു തരാൻ വലിയ കുഞ്ഞാരാന്ന്? അച്ഛാ, എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? എങ്ങനെയൊക്കെ? ഓ, ഇപ്പൊ ഹോസ്പിറ്റലായപ്പോ സൗകര്യമല്ലോ അല്ലേ? ഫുഡ് വാങ്ങാൻ പോയത്ര ഹോസ്പിറ്റലായിപ്പോയി. അല്ലെങ്കിൽ അതും പരാജയപ്പെട്ടു അല്ലേ?
പ്രിയങ്കയുടെ നിർദ്ദേശപ്രകാരം വളരെ ബുദ്ധിപൂർവ്വം ഞാൻ ആസൂത്രണം ചെയ്ത പ്ലാനായിരുന്നു. അതൊരിക്കലും പരാജയപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. ഇത്ര വട്ടം കൊല്ലാൻ ശ്രമിച്ചാലും അവൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നു. സന്തോഷിച്ചതൊക്കെ വെറുതെയായി. അവൾക്ക് ഉടുമ്പിന്റെ ജന്മമാ, മരണമില്ലാത്ത ജന്മം. കീറി മുറിച്ചെറിഞ്ഞാലും അവൾ ജീവൻ വെച്ച് തിരിച്ചു വരും. ഭാഗ്യം ഡോക്ടർ സാമുവൽ പോലീസിനോട് ഇതുവരെ എന്റെ പേര് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പ്രേരണാകുറ്റത്തിന് ഞാനിപ്പോ അകത്ത് കിടന്നേനെ. ഇതിപ്പോ ആകെ പ്രശ്നമാകുമെന്ന എന്റെ ഭയം. കാരണം ഇതിന്റെ പിന്നിൽ പ്രിയങ്കയാണെന്നുള്ള കാര്യം അഖിലയും ആനന്ദും ഉറപ്പിച്ചു കഴിഞ്ഞു. പ്രിയങ്കയുടെ കാര്യം അത് അവള് നോക്കിക്കോളും. പിന്നെ കല്യാണിയുടെ കാര്യം, അവൾക്കുള്ള ബ്രഹ്മാസ്ത്രം പ്രിയങ്ക ആവനാഴിയിൽ നിന്ന് എടുത്തിട്ടുണ്ടാവും ഇതിനകം. നീ സമാധാനമായി മടങ്ങുക. ഗുഡ് നൈറ്റ്. എന്താ എന്തു പറ്റി? മുഖം വല്ലാതിരിക്കുന്നല്ലോ. ഏയ് ഒന്നുമില്ല. അച്ഛനെ കണ്ടോ? കണ്ടു. എന്താ അച്ഛൻ വല്ലതും പറഞ്ഞോ? ഏയ്, പക്ഷേ അച്ഛനെന്തോ സംശയമുള്ളതുപോലെ. ദാസേട്ടൻ ഉള്ളു തുറന്ന് എന്നോട് സംസാരിച്ചു. എന്ത് സംസാരിച്ചു? നിന്നെക്കുറിച്ച് തന്നെയാ കല്യാണി. എന്നെ കുറിച്ചോ? എന്തൊക്കെയാ വലിയ നീ പറയണേ? എന്താ അച്ഛനോട് സംസാരിച്ചേ? നിന്റെ മനസ്സിൽ ഒരു യജമാനന്റെ സ്ഥാനത്തല്ല എന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നും നിന്റെ ഈ മനസ്സ് നിറയെ ഞാനാണെന്നും ദാസേട്ടൻ എന്നോട് പറഞ്ഞു. മാത്രമല്ല ഞാനായിട്ട് നിന്നെ വിലക്കണമെന്ന്. വലിയ അതേ കല്യാണി, ഞാൻ നിന്നെ മനസ്സിലാക്കി എന്നിൽ നിന്ന് അകറ്റണമെന്ന്. അപ്പോ വലിയ എന്താ പറഞ്ഞേ? കല്യാണിയുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനമാണ് എന്റെ മനസ്സിൽ കല്യാണിക്കുള്ളതെന്ന് ഞാൻ ദാസേട്ടനോട് പറഞ്ഞു. നമ്മൾ തമ്മിലുള്ള ഇഷ്ടം ഞാൻ ദാസേട്ടനോട് തുറന്നു പറഞ്ഞു. എന്താ വലിയ ഇത്? അച്ഛനോട് അങ്ങനെയൊക്കെ പറയണമായിരുന്നോ? എന്നാലും ദാസേട്ടൻ ഇത് അറിയാനുള്ളതല്ലേ? എനിക്ക് പേടിയാവുന്നുണ്ട്. എന്തിന്? അച്ഛൻ ചെന്ന് ഈ കാര്യം അഖില മാഡത്തിനോട് പറഞ്ഞ ആകെ പ്രശ്നമാവില്ലേ? ദാസേട്ടന് ഒരിക്കലും അത് പറയില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. നീ അക്കാര്യം ഓർത്ത് വിഷമിക്കണ്ട. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇയാൾക്ക് എന്തോ പറയാനുണ്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ കാര്യങ്ങൾ എന്റെ വഴിക്ക് തന്നെ വരികയാ. എന്താ ദാസേട്ടന് പറയാനുള്ളത്? പറയും. അത് ഞാൻ പറയുമ്പോ മേഡത്തിന് എന്നോടൊന്നും തോന്നരുത്. എനിക്കെന്ത് തോന്നാൻ? ദാസേട്ടനെ എനിക്ക് അറിഞ്ഞൂടെ? പറയാനുള്ളത് പറഞ്ഞോ ദാസേട്ടാ. ചേച്ചി ചോദിക്കുകയല്ലേ ദാസേട്ടാ? കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ അത് ചേച്ചിയോട് തുറന്നു പറ. എന്നാലല്ലേ ചേച്ചിക്ക് അത് മനസ്സിലാവൂ. പറയാം. വലിയ കുഞ്ഞിങ്ങനെ എപ്പോഴെപ്പോഴും ഹോസ്പിറ്റലിൽ വിടുന്നതും കൂട്ടിരിക്കുന്നതും ആളുകൾ കണ്ട അവരഭിഖ്യാതികളെ പറഞ്ഞ് പ്രചരിപ്പിക്കും. വലിയ കുഞ്ഞിനും കല്യാണിക്ക് നാണക്കേടാ. അതുകൊണ്ട് മാഡം വലിയ കുഞ്ഞിനോട് പറഞ്ഞ് അതൊന്ന് ഒഴിവാക്കി തരണം. ഡോക്ടർ ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു. ഓപ്പറേഷനിലൂടെ ഇത് മാറുന്നത് 20% ഡോക്ടർ പറഞ്ഞേ. ബാക്കിയൊക്കെ ഫിസിയോതെറാപ്പിയും പതിയെ പതിയെ നടന്നും വേണം മാറ്റിയെടുക്കാൻ. നാളെ മുതൽ അതിന് ശ്രമം തുടങ്ങണം കല്യാണി. ശരി മാഡം. പിന്നെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നതിൽ നിനക്ക് ടെൻഷനൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല മാഡം, വീട്ടിലേക്ക് പോകുന്നതില് സന്തോഷമേ ഉള്ളൂ. ആ, ശ്രദ്ധിക്കണം. വലിയ കുഞ്ഞോ? ആ, ആനന്ദോ? ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോ അമ്മ കല്യാണിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നായിട്ട് പറഞ്ഞു.
അമ്മ എന്താ ഒരു വാക്ക് പോലും പറയാതെ കല്യാണിയെ ഡിസ്ചാർജ് ചെയ്തത്? അതോ അത് ഹോസ്പിറ്റലില് കല്യാണി അത്ര സുരക്ഷിതയല്ലാന്ന് എനിക്ക് തോന്നി. നീയും കണ്ടതല്ലേ അനസ്തേഷ്യ ഡോക്ടർ ഓവർഡോസ് കൊടുത്ത് കല്യാണിയെ കൊല്ലാൻ ശ്രമിച്ചത്. അവിടെ എന്ത് സുരക്ഷയാ കല്യാണിക്ക്? അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നത്. അമ്മയെടുത്ത തീരുമാനം തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ പൂർണ്ണമായിട്ടും ഭേദമായിട്ട് മതിയായിരുന്നു കല്യാണിയെ ഡിസ്ചാർജ് ചെയ്യുന്നത്. എന്താണ് നീ പറയുന്നത്? ഞാൻ ഡിസ്ചാർജ് ചെയ്തത് ശരിയായില്ലെന്നോ? അങ്ങനൊരു അർത്ഥത്തിലല്ലമ്മേ ഞാൻ പറഞ്ഞത്. നിന്നെ ഒളിച്ച് കല്യാണിയെ ഡിസ്ചാർജ് ചെയ്യേണ്ട കാര്യം എന്താ? അപ്പൊ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് ആനന്ദേ. എനിക്ക് തോന്നുന്നത് ദാസേട്ട അതുപോലെ അമ്മയോട് ഈ വിഷയം പറഞ്ഞു കാണുന്ന. നീ പറഞ്ഞത് ശരി തന്നെയാ. ദാസേട്ടൻ പറഞ്ഞ അമ്മ അറിഞ്ഞിട്ടുണ്ടാവും കാര്യങ്ങൾ. എനിക്കതാ ഒരു കൺഫ്യൂഷൻ. എന്റെ മനസ്സിൽ വല്യുകുഞ്ഞുള്ളതുപോലെ വല്യുകുഞ്ഞിന്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് അച്ഛനോട് പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ എന്ന്. ചേച്ചി, ഇനി അച്ഛൻ അഖില മേഡത്തിനോട് പറഞ്ഞു കാണൂ? ആവോ, എനിക്കാകെ പേടി തോന്നുന്നു അനിയൻകുട്ടാ. നീ പറയുന്നത് ശരിയാണ് ആനന്ദേ. അഖിലാന്റി നിന്നോട് നേരിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ഇതിന്റെ പിന്നിൽ തീർച്ചയായും ഒരു കാരണമുണ്ട്. അങ്ങനെന്തോ ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. അത് കറക്റ്റാ. ഇനി പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷേ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം. അഖിലാന്റിയോട് നീ നിരന്തരമായിട്ട് എതിർത്താണ് സംസാരിക്കുന്നത്. അത് പ്രശ്നങ്ങളുടെ ആധിക്യം കൂട്ടത്തേ ഉള്ളൂ. ഇങ്ങനെ പോയാ എന്താവുന്ന ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. വലിയ കുഞ്ഞ് അഖില മേഡത്തിനോട് സംസാരിച്ച രീതി കണ്ടില്ലേ? മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടല്ല സുബ്രു. കല്യാണിയുടെ കാര്യത്തിൽ എനിക്കെന്തോ എന്റെ നിയന്ത്രണം വിട്ടുപോകുന്നു. അത് സൂക്ഷിക്കണം ആനന്ദേ. അത് അഖില മേഡത്തിന്റെ സംശയം അധികമാകത്തേ ഉള്ളൂ. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്തോ? എല്ലാത്തിനും ഒരു അവസാനം വേണമല്ലോ. കല്യാണി, കാലിനിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല നീ കുഞ്ഞ്. പിന്നെ ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് ശീലമില്ലല്ലോ, അതുകൊണ്ട് നല്ല ബോറടിക്കുന്നുണ്ട്. അതൊന്നും സാരമില്ല കല്യാണി, കുറച്ചു ദിവസം ഇരുന്നാ പോരെ, അതോടെ എല്ലാം ശരിയായിക്കോളും. അല്ല ദാസേട്ടാ, ഇതിപ്പോ ഒരു റെസ്റ്റ് കിട്ടിയതാണെന്ന് കരുതിയാ മതി. പിന്നെ ദാസേട്ടാ, അതെ, എനിക്കൊന്ന് ഓഫീസിൽ പോണം. അപ്പൊ നമുക്ക് ആ വണ്ടി എടുത്തൊന്ന് പോയല്ലോ. ഇവളോട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. കല്യാണം ഒറ്റയ്ക്കാക്കിയിട്ട് ഞാനെങ്ങനെ വരാനാ? അയ്യോ, അച്ഛൻ പോയിട്ട് വന്നോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഒറ്റയ്ക്കിരുന്നോളാം. അത് ശരിയാവില്ല. നിനക്ക് ഇത്തിരി വെള്ളം കുടിക്കണ വെച്ചാൽ എന്ത് ചെയ്യും? അത് വേണ്ട. എന്റെ ദൈവമേ, പ്ലാനൊക്കെ പൊളിയാണല്ലോ. എന്ത് തന്ത്രം ഉപയോഗിച്ചിട്ടും ദാസേട്ടനെ കൊണ്ടുപോയേ പറ്റൂ. അതല്ല ദാസേട്ടാ, ദാസേട്ട ഓഫീസിൽ നിക്കണമെന്നില്ല, എന്നോട് വിട്ടിട്ട് ഇങ്ങോട്ട് പോന്നോളൂ. അതുവരെ കല്യാണി ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളൂ, ഇരിക്കില്ലേ? അതെ, ഞാൻ ഒറ്റയ്ക്കിരുന്നോളാം. അച്ഛൻ പോയിട്ട് വാ.